കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരും വിദ്യാർത്ഥികളും തമ്മിൽ രൂക്ഷമായ തർക്കവും പ്രതിഷേധവും. വ്യാഴാഴ്ച നിശ്ചയിച്ചിരുന്ന വിവിധ വിഭാഗങ്ങളിലെ അഭിമുഖം തടയണമെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയതോടെയാണ് ക്യാമ്പസിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തത്. സാംസ്കാരിക വകുപ്പിന്റെ അനുമതിയില്ലാതെയും സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് കലാമണ്ഡലത്തിൽ താൽക്കാലിക അധ്യാപക നിയമനം നടത്തിയതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പുതിയ ഭരണസമിതി നിലവിൽ വരുന്നതിന് മുൻപായി CPM അനുഭാവികളെ തിരികെ കയറ്റാൻ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നുവെന്നാരോപിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ VCയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. ഇന്ന് നടക്കാനിരുന്ന അഭിമുഖങ്ങൾ യാതൊരു കാരണവശാലും നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രതിഷേധക്കാർ വെല്ലുവിളിച്ചു. എന്നാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിരോധവുമായി വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ക്യാമ്പസിൽ പഠിപ്പിക്കാൻ അധ്യാപകരില്ലാത്തത് തങ്ങളുടെ അധ്യയനത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. വരാനിരിക്കുന്ന അരങ്ങേറ്റവും പരീക്ഷകളും മുടങ്ങുന്ന സാഹചര്യമാണുള്ളത്. തങ്ങളുടെ ആവശ്യപ്രകാരമാണ് അഭിമുഖം നടത്തുന്നതെന്നും പഠനകാര്യത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. അതേസമയം അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നത് എല്ലാ വർഷവും ചെയ്യുന്ന സ്വാഭാവിക നടപടി മാത്രമാണെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ വ്യക്തമാക്കി. അധ്യാപകരില്ലാത്തത് വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ടെന്നും ഓഗസ്റ്റ് 15 നടക്കേണ്ട അരങ്ങേറ്റം മുടങ്ങാതിരിക്കാൻ ഈ നിയമനം അനിവാര്യമാണെന്നുമാണ് VCയുടെ വിശദീകരണം. ഇരുവിഭാഗവും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ ക്യാമ്പസിൽ ഇപ്പോഴും വൻ പോലീസ് കാവലിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്.